ഞാൻ കേട്ടില്ല അമ്മ വിളിച്ചത്. എനിക്ക് കേക്കും കൂന്ന് കൂന്ന് പോയിന്ന്. വിളിച്ചു 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 വിളിച്ചു. അമ്പോ മിടുക്ക്. എന്നാലും ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞേ. കണ്ണാപ്പിയേ സ്വാഗതം പറഞ്ഞേ. പറയില്ല കണ്ണാടയിൽ നോക്കി ഭംഗിയുണ്ടടാ, അടിപൊളിയാടാ, ചുള്ളനാടാ. ഓ ചിരിക്കില്ല ചിരിക്കില്ല. ഇവിടെ മിററിൽ അവനെ കാണാൻ പറ്റേ. ആള് കാളെ തന്നെ നോക്കി ഒന്ന് ആസ്വദിക്കാന്നൊക്കെ വെച്ചാൽ കണ്ണാടയൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്കൊക്കെ നോക്കി ആളുടെ ഭംഗി ഒന്ന് ആസ്വദിക്കും. അങ്ങോട്ട് നോക്കിക്കോ, ക്യാമറയിൽ കണ്ണനെ കാണുന്നുണ്ട്. അതിൽ അമ്മ കാണിച്ചു തരാം. ചില സമയത്തൊക്കെ ഞാൻ അവൻ്റെ തന്നെ വീഡിയോ ഒക്കെ അവന് വെച്ചു കൊടുക്കുമ്പോഴൊക്കെ അത് നോക്കി ആസ്വദിച്ചിരിക്കൂട്ടാ. അല്ല കണ്ണാ, അങ്ങനെയൊക്കെയല്ലേ കണ്ണൻകുട്ടി അങ്ങനെയൊക്കെയല്ലേ? എവിടെയായിരുന്നു ഇത്ര ദിവസം? എവിടെയായിരുന്നു? കുറേ ദിവസമായില്ലേ ഞങ്ങൾ വീഡിയോസ് ഇട്ടിട്ട്. ഏകദേശം ഒരു 5-6 ദിവസമൊക്കെ, ഒരാഴ്ചയൊക്കെ എന്തോന്നുള്ള വീഡിയോ ഇട്ടിട്ട്. ഷോർട്സ് ഇട്ട് പോകുന്നുണ്ട്. ഷോർട്സും കൂടി ഇട്ടില്ലെങ്കിൽ ചാനൽ പൂട്ടി പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ ഷോർട്സൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ലോങ് വീഡിയോ ഇടാനായിട്ടുള്ള ആ ഒരു ഫ്ലോ സത്യത്തിൽ എനിക്ക് പോയി. അല്ലെങ്കിൽ എനിക്ക് ഈവനിങ് ആകുമ്പോൾ ഒരു വെപ്രാളം പോലെയാ. ഇന്ന് ഇടാൻ വീഡിയോ ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന് വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ. പക്ഷെ ഇപ്പം സത്യത്തിൽ എനിക്ക് ലോങ് വീഡിയോ ഇടാനായിട്ടുള്ള ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി. ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സത്യം പറഞ്ഞാൽ വലിയൊരു എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറകിലുള്ളൊരു ഓട്ടത്തിലാണ്. അത് ഞാനിപ്പോൾ എന്താണെന്ന് പറയുന്നില്ല, എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. എന്നെ അടുത്ത് നിൽക്കുന്ന കുറേ പേർക്കൊക്കെ അറിയാം. അപ്പം അതിൻ്റെ കുറേ ഓട്ടങ്ങളും നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ നമ്മൾ അതിനു വേണ്ടിയുള്ള ഓട്ടങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ വയ്യായികൾ, കണ്ണൻകുട്ടിയുടെ കാര്യം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇടയ്ക്കൊക്കെ ഒരു വലിവും ഇടയ്ക്ക് പേടിപ്പിക്കലും 1-2 പ്രാവശ്യം ജൂബിലിയിൽ കൊണ്ടുപോയി. ഞാൻ ഇടയ്ക്ക് പോകുമ്പോഴൊക്കെ ഇന്ന് ശരി, ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാം എന്നൊക്കെ വിചാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെക്കും. പിന്നെ എനിക്കത് ഇടാനായിട്ടുള്ള മൂടുണ്ടാവില്ല, ഞാൻ ഇടില്ല. അത് എന്തെങ്കിലും ഷോർട്സിൽ അങ്ങോട്ട് ഒതുക്കും. അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിതിപ്പോൾ 1-2 യാത്രകളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് എനിക്കിത് നല്ല പനിയൊക്കെ പിടിച്ച് അത് മാറുന്നുള്ളൂ. സൗണ്ട് എൻ്റെ ഓക്കെ ആണോന്ന് എനിക്കറിയില്ല. ചെവിയൊക്കെ അടഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ മാക്സിമം സൗണ്ടിലാണ് കേട്ടോ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര കുഞ്ഞു സൗണ്ടിൽ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ചെവിയൊക്കെ അടഞ്ഞിരിക്കുകയാണ് അല്ലേ കണ്ണ? ചെവിയൊന്നും കേൾക്കണില്ലല്ലോ, കണ്ണൻ പറയുന്നൊന്നും കേൾക്കണില്ലല്ലോ. കണ്ണും കാണാണ്ട് ചെവി കേൾക്കാണ്ട് ഒക്കെ അടിച്ചു പോയി. പട്ടാളത്തിൽ കൊടുക്കതിന് അല്ല, ആക്രിക്കാർക്ക് കൊടുക്കുക. കണ്ണ ആരും ആക്രിക്കാർക്ക് കൊടുക്കണ്ടേ? ആരാ ആക്രിക്കാർക്ക് കൊടുക്കേണ്ടത്? കുപ്പി പാട്ടൊക്കെ പറക്കാൻ പറ്റുന്നവർക്ക് ആരെ കൊടുക്കണ്ടേ? കണ്ണുമില്ല ചെവിയില്ല കണ്ടിരിക്കുന്ന ആളാരാ? ആരാണ്? ആരെ കൊടുക്കണ്ടേ? ആക്രിക്കാർക്ക് ആരെ കൊടുക്കേണ്ടത്? കണ്ണൻ നോക്കള്, കണ്ണിന് മനസ്സിലായില്ലേ? ആരെ കൊടുക്കണേ? ആർക്ക് കണ്ണ് കാണാത്ത? എന്നെ കൊടുക്ക, എന്നെ ആക്രിക്കാർക്ക് എടുത്ത് കൊടുത്തോളെ. വലിയ കാര്യമൊന്നുമില്ലെന്ന് എന്നെ കൊടുക്കാൻ പറഞ്ഞില്ലേ? എന്നെ കൊടുക്കാൻ പറഞ്ഞില്ലേ? കണ്ണൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ ഞാനപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചിരിച്ച് അതിൽ പറഞ്ഞ ആളെ ഹാപ്പി ആയിട്ട് നിൽക്കുക. ചിലപ്പോൾ ഇതന്നെ ഞാൻ ടോൺ മാറ്റും. നീ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ കണ്ണ, എന്നാലും നീ എന്നെ അങ്ങനെ പറഞ്ഞില്ലടാ എന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് വിഷമം വരും. അപ്പം ചുണ്ടങ്ങിട്ട് നീട്ടു. കാരണം നീ എന്നാലും അങ്ങനെ പറയരുതായിരുന്നു കേട്ടാ. എൻ്റെ അമ്മയല്ലടാ ഞാൻ. എന്നാലും നീ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ മോനെ. അമ്മയ്ക്ക് എന്തോ ഒരു ഫീൽ ചെയ്തെന്നറിയോ? വേണ്ട കണ്ണ, ഞാൻ കറിയിക്കില്ല. കറിയോ? ഞാൻ ചില്ലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കും. ഞാൻ അതിൻ്റെ ടോൺ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൾക്ക് ചക്കട വരും അല്ലേ. ഇന്ന് ഞങ്ങൾ കണ്ണൻകുട്ടീനെയും കൊണ്ടിട്ടേ രാവിലെ തീരെ വയ്യായിരുന്നു കേട്ടോ. എൻ്റെ പനിയൊക്കെ മാറുന്നേയുള്ളൂ, ബോഡി പെയിനൊക്കെ ആയിരുന്നു. പക്ഷെ കുറച്ച് കാര്യങ്ങൾക്കുള്ള ഓട്ടത്തിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളിന്ന് തൃപ്രയാറ് പോയി.
അവിടെ തൊഴുതു, കണ്ണൻകുട്ടിയുടെ ജാതകമൊക്കെ നോക്കി. അപ്പം ഞാൻ എപ്പോഴും പേടിയോട് കൂടെ പറയുന്നൊരു കാര്യമായിരുന്നു, 10 വയസ്സും 11 മാസവും വരെ കണ്ണന് ദശാസന്ധി ഉണ്ട്, അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാവരും പ്രാർത്ഥിച്ചോളോ, അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴേ കുറച്ച് സമയമായിട്ട് ഞാൻ വീഡിയോസ് പോലും ഇടാത്തതിന് ഒരു കാരണം അതും കൂടിയാണ്. എനിക്ക് നൈറ്റൊന്നും സത്യത്തിൽ എനിക്ക് വയ്യ, ഒന്നാമത് പനിയൊക്കെ പിടിച്ചിട്ട് വയ്യായിരുന്നു. പക്ഷെ നൈറ്റിലൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പോലും, ഞാനൊരു ഉറക്കം കഴിഞ്ഞ് ചാടി നീട്ടി കാണാൻ നോക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ആൾ നല്ല ഉറക്കവും ചിലപ്പോൾ. അപ്പം എനിക്ക് പേടിയാ. അപ്പം ഞാനൊന്ന് കണ്ണാന്ന് വിളിച്ചോക്ക്, ഒന്ന് എണീപ്പിക്കും. കണ്ണനെ കണ്ണ് തുറന്നോക്കി ഇങ്ങനെ ഉറങ്ങിക്കോ. അപ്പോൾ കണ്ണൻ്റെ മനസ്സിൽ വിചാരിക്കണ്ടോ ദുഷ്ടത്തി ഉറക്കത്തിന് വെച്ച് എണീപ്പിച്ചിട്ട് ഉറങ്ങിക്കോളാം. അങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. കാരണം ശരിക്കും സാധാരണ സമയമായിരുന്നു ഞാൻ ഈ കുറച്ച് ദിവസങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഒരിതായി വലിയ സന്തോഷമാണ്. ആ സമയമൊക്കെ ഓക്കെ ആയോ, അവൻ്റെ ആ മോശം സമയങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ്റെ നല്ല സമയത്തിലേക്ക് അവൻ കടന്നോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഞങ്ങൾ ജാതകമൊക്കെ കൊണ്ടുവന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ സമയമൊക്കെ കഴിഞ്ഞു, ദശാസന്ധിയൊക്കെ കഴിഞ്ഞ് കണ്ണൻകുട്ടി 11 മാസമൊക്കെ കഴിഞ്ഞ് 12ാമത്തെ മാസത്തിലേക്ക് കടക്കാണ്. കണ്ണൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. എന്താ കണ്ണൻ്റെ ബർത്ത്ഡേ? കണ്ണൻ്റെ പിറന്നാൾ ഏപ്രിൽ 18-ാം തീയതിയാണ്. ഡേറ്റ് വരുന്നത് 19-ാം തീയതിയാണ്. അപ്പോൾ 18-ാം തീയതി കുറേ പേര് ഗുരുവായൂരുള്ളവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ വരുമ്പോൾ ഒന്ന് പറഞ്ഞോളൂ എന്ന്. അപ്പോൾ എല്ലാ പിറന്നാളുകൾക്കും ഗുരുവായൂർ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവാറുണ്ട്. പക്ഷെ മാക്സിമം ഞങ്ങൾ പോവാറുണ്ട്. അപ്പോൾ ഈ പിറന്നാളിന് എന്തായാലും ഞങ്ങൾ ഉണ്ണിക്കണ്ണനെ കൊണ്ടുപോയി കാണിക്കും കേട്ടോ. കണ്ണനെ ഈ പിറന്നാളിന് എന്തായാലും നമ്മൾ ഗുരുവായൂർക്ക് പോകും. 18-ാം തീയതി ഞങ്ങൾ ഗുരുവായൂരുണ്ടായിരിക്കും അല്ലേ? ഞാൻ കണ്ണൊക്കെ തൊടുത്തിട്ട് ഞങ്ങൾ വരുള്ളൂ. പക്ഷെ കണ്ണനെ എനിക്ക് ഉള്ളിൽ കയറ്റി തൊഴിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. പുറത്ത് നിന്നിട്ട് തൊഴുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കടനെ ഉള്ളിൽ കയറ്റാനുള്ള സൗകര്യമൊക്കെ അവർ ഉണ്ടാക്കി തരും. പക്ഷെ ആ നടേൻ്റെ അവിടെ നിന്നുള്ള ആ തള്ളലുണ്ടല്ലോ, അതിന് ഭയങ്കര പേടിയാട്ടോ. അത് അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആളുകൾ വന്നിട്ട്, പിന്നെ ഒരു പ്രത്യേകത ചൂടും ആകെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കണ്ണന് ആകെ കരച്ചിലാവും, ഭയങ്കര ബഹളമൊക്കെ ആവും. അപ്പം ഞാൻ വിചാരിക്കും അവിടെ ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ അവിടെയല്ല എല്ലാവിടെയും തുണിയിലും തുരുമ്പിലുണ്ടെന്നല്ലേ നമ്മൾ പറയും. ഇപ്പം അമ്പലത്തിൽ തന്നെ പോകണമെന്നൊന്നുമില്ല ഈശ്വരനെ പ്രാർത്ഥിക്കാനായിട്ട്. നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ ഒരു എനർജി ഉണ്ടെന്നല്ലേ നമ്മൾ പറയുക. അതിപ്പോൾ പുറത്ത് നിന്ന് തൊഴുതാലും കണ്ണനെ കാണാനെങ്കിൽ കൃഷ്ണൻ കണ്ടോളും എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. അതിനിപ്പോൾ ആ തള്ളലൊന്നും അവനെ ബുദ്ധിമുട്ടിപ്പിച്ചും കൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറണമെന്നൊന്നുമില്ല എന്നൊക്കെ ഞാൻ വിചാരിക്കും. അപ്പം ഉള്ളിൽ കയറിയില്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് നിന്നിട്ടായാലും തൊഴുത് വരുമല്ലോ. എന്നാ ബർത്ത്ഡേ ആണോ കണ്ണൻ്റെ? ബർത്ത്ഡേ ആണോ കണ്ണൻ്റെ? ഇപ്പം 19-ാം തീയതി കുഞ്ഞ് ഫംഗ്ഷനൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കണ്ണനെ കുഞ്ഞ് കേക്കൊക്കെ മുറിച്ച് അല്ലേ വേണ? അതിൽ മുൻപ് വലിയൊരു സന്തോഷമുണ്ട്. ഞാൻ എന്താ പറയുക, അത് ഞാൻ ആ ഒരു സമയത്ത് പറയാം. ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ട് അതിന് ത്രില്ല് കളയുന്നില്ല. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു കേട്ടോ, ചാനൽ നിർത്തിയോ, വീഡിയോസൊന്നും ഇടുന്നില്ല, FB-യിൽ വീഡിയോസ് കാണുന്നില്ല, ഷോർട്സും റീൽസൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ തന്നെ ലോങ് വീഡിയോയ്ക്ക് തന്നെ നോട്ടിഫിക്കേഷനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഷോർട്സിന് ഒന്നും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ കുറേ പേര് പേഴ്സണലി വന്നിട്ട് എന്താ വീഡിയോ ഇടാത്ത, എന്തെങ്കിലും വയ്യാണ്ടിരിക്കുകയാണോ? ഓൾറെഡി വയ്യായികളുണ്ട്. അത് ഈ സാധാരണ എല്ലാവർക്കും വരുന്ന രീതിയിലുള്ള വയ്യായികളൊക്കെ തന്നെയാണ്, അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ഇടാതിരുന്നത്. സത്യത്തിൽ എനിക്ക് വർത്താനം പറയാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ആ സംസാരിക്കുന്ന ഒരു ഫ്ലോ എനിക്ക് കിട്ടുന്നില്ല ഇപ്പോൾ സംസാരിക്കാനായിട്ട്. പിന്നെ കണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മ വീഡിയോ എടുത്തോ, കുറച്ചൊക്കെ കണ്ണൻ സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം ഇരിക്കുന്നേക്ക് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നേക്ക് കുഞ്ഞപ്പാപ്പൻ. അപ്പാപ്പനത് അപ്പാപ്പന് ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. കണ്ണന് ഭയങ്കര ക്ഷീണം മൊത്തത്തിലുണ്ട് ആൾക്ക്. ചൂടിൻ്റെയൊക്കെ ആണെന്ന് തന്നെയാണ് തോന്നണേ. അങ്ങനെ ചൂട് ഭയങ്കര കൂടുതലല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം മുൻപ് കണ്ണനെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ എന്നൊക്കെ വെച്ചിട്ട് മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം മുൻപ് മൂന്നാർ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോയതാ. അങ്ങനെ മൂന്നാർ പോയിക്കണെങ്കിൽ അവിടെ ഒടുക്കത്തെ ചൂട്, അയ്യോ പോണ്ടായിരുന്നു എന്ന് തന്നെ തോന്നിപ്പോയില്ലേ കണ്ണാ? മൂന്നാർ പോയത് ഓർമ്മയുണ്ടാ? കണ്ണനും കല്യാണിയൊക്കെ ആദ്യമായിട്ട് പോയതാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ എനിക്ക് നല്ല പനിയായി.
കണ്ണനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും കേട്ടോ, കണ്ണനും തണുവാണെങ്കിലും ചൂടാണെങ്കിലും അങ്ങനെ വയ്യായി ഒന്നും വരുന്നില്ല. എനിക്കാണെങ്കിൽ എടുത്തുകൂടെ പോയാൽ മതി. ഇവരുടെ കണ്ണൻ്റെ ഒന്നും അത്രയ്ക്ക് പോലൊരു ആരോഗ്യമൊന്നും എനിക്കില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലേ? ആണോ? ആണോ? കണ്ണ കണ്ണ് കണ്ണ് ഇടയ്ക്കൊക്കെ നോക്കിയിരിക്കട്ടെ. ഞാനപ്പോൾ ശരിക്കും സംസാരിക്കുന്ന ആ ഒരു ഫ്ലോയിൽ സംസാരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ലാത്തതുപോലെ. 2 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവും. ഡെയിലി വീഡിയോസ് ഇട്ട് വരുമ്പോൾ ഒരു ഫ്ലോ ഒക്കെ കിട്ടും. പക്ഷേ ഈ ലോങ് വീഡിയോ ഇടുമ്പോഴേ അതിന് തീരെ വ്യൂ കയറാണ്ടാകുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നാം. കാരണം ആളുകളെയും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാ. നമുക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് നമുക്കൊന്നുമില്ല. നമുക്ക് അവന് ഇഷ്ടപ്പെടുന്നവർക്ക് അവൻ്റെ വിശേഷങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓരോ ദിവസം ഓരോ പുതിയ പുതിയ വെറൈറ്റി കാര്യങ്ങൾ, പുതിയ പുതിയ വീഡിയോസുകൾ ഒന്നും കൊണ്ടുവരാനായിട്ട് നമ്മൾക്കൊന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമാണ് എല്ലാവരും. പിന്നെ എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഇപ്പോൾ നമ്മിങ്ങനെയുള്ള ഉണ്ണികളെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു സഹതാപവും വിഷമവും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെല്ലാവരും ഒരിക്കലും വിഷമം കണ്ടുപിടിക്കാനായിട്ട് ആഗ്രഹിക്കില്ലല്ലോ. നമ്മളെപ്പോഴും സന്തോഷിക്കുന്ന കാര്യങ്ങൾ കാണാനല്ലേ ആഗ്രഹിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആരും നമ്മുടേതല്ല ഇങ്ങനെയുള്ള വീഡിയോസുകളൊന്നും കാണില്ല. പക്ഷെ നമ്മള് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടായിക്കോട്ടെ, ആ ഉള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളതാണ്. അപ്പം അതാണ് നമ്മൾ എപ്പോഴും സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പം കണ്ണൻകുട്ടി ഒരു അമ്മാന്നും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോ അടിപൊളിയായി. പക്ഷെ കണ്ണൻ വിളിക്കില്ലല്ലോ. കണ്ണൻ മടി പിടിച്ചിരിക്കുകയല്ലേ, മടിയൻ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 വയസ്സൊക്കെ ആകുമ്പോൾ വിളിക്കാമെന്നൊക്കെ. പറ്റിച്ചു തന്നെ. 11 വയസ്സാവാൻ ഇനി ആകെ വിരലിലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. എന്നെ അമ്മ എന്നാരും വിളിക്കണമെന്ന് ഞാൻ കേട്ടില്ല. എന്നെ ഒരാളമ്മന്ന് വിളിച്ചില്ല. എന്നെ കല്യാണി മാത്രം എന്നെ അമ്മന്ന് വിളിക്കുന്നുള്ളൂ. ഈ വലിയ ചേട്ടന്മാരൊന്നും എന്നെ അമ്മന്ന് വിളിക്കണമൊന്നുമില്ല. വിളിക്കാണെങ്കിൽ എനിക്കിഷ്ടമായി, സന്തോഷമായി. ഞാനൊരു വിഷുവിന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോഴല്ലേ ആവും അത്. വിഷു സമ്മാനം തരുമോ? വിഷു സമ്മാനം ചിലപ്പോ വിളിക്കൂട്ടാ. ഞാൻ ഒന്ന് കാതോർത്തിരിക്കട്ടെ, ചിലപ്പോ കണ്ണൻ വിളിച്ചെങ്കിലോ. ഇത് കേക്കില്ലല്ലോ. എന്തൊരു സൗണ്ട് കേക്കണ്ടേ? അയ്യോ, ചെവി അടഞ്ഞ. എന്തെന്ന് എന്തെന്ന് എന്തിട്ട് കേൾക്കണില്ലേ? എന്നിട്ടാണ് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാനിങ്ങനെ അമ്മ നോക്കിയിരിക്കാം. എന്ത് എന്താണ് എന്തത്? ഇങ്ങനെയാണ് അമ്മന്ന് വിളിക്ക? ഞാൻ കേട്ടില്ല അമ്മന്ന് വിളിച്ചത്. എനിക്ക് കേക്കും. കളിയാക്കണേ എങ്ങനെയാണ്? അയ്യോ, എന്റെ ചെവിയിൽ ആരോ അമ്മന്ന് വിളിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വിഷുവായിട്ട്. ആരാന്ന്? കടിക്കോ? ഇത് കടിക്കോ? എന്ത്? കേക്കണ്ടല്ലോന്നും. ഹലോ, ഫോണല്ലല്ലോ. എന്താണ്? എന്താണ്? എന്ത് കേക്കണ്ടേ? ഇത്തിരി ഉറക്ക പറയ്. തള്ളിടും എന്നെ കട്ടില്. പറഞ്ഞു കേക്കട്ടെ.
എന്ത് തമാശ ഇവിടെ ഉണ്ടായേ. എന്നെ അമ്മാന്ന് വിളിച്ചാ വരുന്ന ഇങ്ങനെ അമ്മാന്ന് വിളിച്ചാൽ ചെവിയിൽ പറഞ്ഞോ, നല്ല ഉറക്ക പറഞ്ഞോ, ചെവി അടിച്ചു പോണം. കേക്കല്ലേ കത്തിച്ച അമ്മാ അമ്മാ പോത്തുകുട്ടിയാണോ അത്? അമ്മാ അമ്മാ അങ്ങനെ വിളിച്ചേ വിളിച്ചു എടേ അമ്പോ വിടുക്ക്. എന്നാലും ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട്. എന്നിട്ട് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. സാധാരണ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ട്രൈ ചെയ്യില്ല. പക്ഷെ കണ്ണൻ എന്ത് പറഞ്ഞാലും ഇതിനെ ഉറക്കം വന്നിട്ട് കണ്ണിങ്ങനെ അടങ്ങി പോവാട്ടാ. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ നീ ഉറങ്ങിയ കിടത്തട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ അവനത് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. അതെന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. മമ്മിക്കുള്ള വിഷു സമ്മാനം കിട്ടി. നമുക്ക് വീഡിയോ നിർത്താം. ടാറ്റാ.